നമസ്കാരം. ഞാൻ ടി സോമൻ. എല്ലാവർക്കും യുഗസാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കോഴിക്കോട് ജില്ലയിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു മാനേജ്മെന്റ് അവരുടെ സ്കൂളിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗണപതി ഹോമം നടത്തിയുണ്ടായി. ഈ സമയം ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട കുറെ ആളുകൾ അവിടെ കടന്നു വരികയും ആ പൂജ തടസ്സപ്പെടുത്തുകയും അലങ്കോലമാക്കുകയും ചെയ്തു. അവിടെ ഒരു സംഘർഷ സാധ്യത രൂപാന്തരപ്പെട്ടു. പോലീസ് അവിടെ എത്തി. പോലീസ് എന്താണ് ചെയ്തത്? പോലീസ് ആ പൂജ നടത്തിയ ആളുകളെ കസ്റ്റഡിയിലെടുത്തു. അതുകൊണ്ട് തീർന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സടകുടഞ്ഞ് എഴുന്നേറ്റു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം AEOക്ക് പോയി. AEO അന്വേഷിച്ചു. എന്താ AEO റിപ്പോർട്ട് കൊടുത്തേ? അവിടെ ചട്ടലംഘനം നടന്നിരിക്കുന്നു പോലും. എന്ത് ചട്ടലംഘനമാണ്? സ്കൂൾ സമയം കഴിഞ്ഞാൽ സ്കൂൾ ഏതാവശ്യത്തിന് ഉപയോഗപ്പെടുത്തണം, ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം മാനേജ്മെന്റിനുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സമ്മേളനങ്ങൾക്ക് കൊടുക്കാം, സമുദായ സംഘടനകൾക്ക് അവരുടെ പരിപാടികൾക്ക് കൊടുക്കാം, സാംസ്കാരിക സംഘടനകൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാനൊക്കെയുള്ള അധികാരം മാനേജ്മെന്റിന് നിക്ഷിപ്തമാണ്. ഇവിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ മറ്റൊരു വിഷയം ഉയർന്നു വരുന്നത്, ഹിന്ദു സംഘടനകൾക്ക് സാമാന്യം ശക്തമായ അടിത്തറയുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. 99% ആൾക്കാരും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും വിശ്വാസികളാണ്. 99% ആൾക്കാരും വിശ്വാസികളാണ്. അങ്ങനെയുള്ള ഒരു ജില്ലയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെതിരായി ശക്തമായ ഒരു പ്രതികരണം ഉയർന്നു വരേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായതായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്, ആ സ്കൂളിന്റെ മുറ്റത്ത് ആയിരക്കണക്കായ ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു മഹാഗണപതി ഹോമം അവിടെ നടത്താൻ വേണ്ടി കഴിയണം. അത് നടത്താനുള്ള ധൈര്യം മാനേജ്മെന്റിന് ഇല്ലെങ്കിൽ ആ സ്കൂളിന്റെ പുറത്താണെങ്കിൽ പോലും ഈ ഹിന്ദു സംഘടനകൾ എല്ലാവരും ചേർന്ന് ഒരു വലിയ ഗണപതി ഹോമം നടത്താൻ വേണ്ടി തയ്യാറാകേണ്ടതായിരുന്നു. അവരത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും അത് ആഗ്രഹിക്കുകയാണ്. അതും പോരാ, ഈ വിഷയത്തിൽ അനധികൃതമായി ഇടപെട്ട് അനധികൃതമായ തെറ്റായ റിപ്പോർട്ട് നൽകിയ AEO ഓഫീസിലേക്ക് ഒരു സമര പരമ്പര തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിൽ 10,000-ലധികം സ്വകാര്യ മാനേജ്മെന്റ് വിദ്യാലയങ്ങളുണ്ട്. ആ വിദ്യാലയങ്ങളിൽ ഒരു 10,000-ഓളം വിദ്യാലയങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങളുടേത് മാത്രമായിട്ടുണ്ട്. ക്രൈസ്തവ മുസ്ലിം സഹോദരന്മാരുടേതായിട്ടുണ്ട്. ആ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ മതപാഠശാലകൾ നടക്കുന്നുണ്ട്, മതപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തി നടപടിയെടുക്കുമോ? ഇവിടെ ഗണപതി ഹോമം അലങ്കോലമാക്കാൻ പോയ ആളുകൾ അത്തരം സ്കൂളുകളിൽ കടന്നു ചെന്നുകൊണ്ട് മതപാഠശാലകൾ പൂട്ടിക്കുമോ? മതചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുമോ? അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ? അതിനുള്ള ധൈര്യം അവർക്കില്ലെന്ന് മാത്രമല്ല, അതിന്റെ മുറ്റത്ത് കയറാനുള്ള ധൈര്യം പോലും ഇവർക്കാർക്കുമില്ല. ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹം എന്ത് അതിക്രമം കാണിച്ചാലും അനീതി കാണിച്ചാലും അതെല്ലാം സഹിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്കായി നിലനിൽക്കുമെന്നുള്ള ഒരു ധാരണ അടിസ്ഥാനത്തിലാണ് ഇത്തരം സമീപനം സ്വീകരിക്കുന്നത്. ഇന്ന് ഹിന്ദു സമൂഹത്തിന്റെ പൂജാകർമ്മങ്ങളാണ് തടസ്സപ്പെടുത്തിയതെങ്കിൽ അവസരം കിട്ടിയാൽ, അവസരം ഒത്തു വന്നാൽ മറ്റ് സമൂഹങ്ങളുടെ
ആരാധനകൾക്കുമെതിരെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകും. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ വിശ്വാസികളും, എല്ലാ മതവിശ്വാസികളും ഈ അതിക്രമത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ജനാധിപത്യ സംവിധാനം തുടരാൻ ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ കേരളം വെള്ളരിക്ക പട്ടണമാണോ? ഒരു ഗണപതി ഹോമം നടത്താൻ പോലുമുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലാത്ത തരത്തിൽ കേരളം മാറിയിട്ടുണ്ടോ? വളരെ ഗൗരവമേറിയ വിഷയമാണ്. നാളെ മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ളതായ ഒരു പ്രവർത്തനം നടത്താതിരിക്കത്തക്ക രീതിയിലുള്ള വലിയ ജനകീയ ഇടപെടലുകൾ അനിവാര്യമായിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നടപടികൾ ഹിന്ദു സംഘടനകൾ എടുക്കട്ടെ എന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.